നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 35. ഒരു 10,000 ഒന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി. അറിവിനെ മൂടുമനിത്യമായയാം ഈരുളിനെയീർന്ന് എഴുമാതി സൂര്യനത്രേ. അതീവ സുന്ദരമായൊരു ലോകം കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭയോടുകൂടി വെളിയിൽ വിലാസം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ഭയവിഭ്രാന്തികൾ ഉളവാക്കുമാറ് ഭീകരമായും കാണപ്പെടും. ഇന്ദ്രിയങ്ങളെ താലോലിച്ച് ഇക്കിളിപ്പെടുത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ ബാഹ്യലോകത്തുണ്ട്. പുറമേയുള്ള ലോകം പോലെ തന്നെ ഉള്ളിലും ഒരു ലോകമുണ്ട്. അതിൽ ഏറിയ കൂറും ദിവാസ്വപ്നങ്ങളുടെയും സങ്കല്പ വികല്പങ്ങളുടെയും മായാപ്രപഞ്ചമാണ് മനസ്സിനെ അധിക സമയവും ആകർഷിക്കാറുള്ളത്. ചിലപ്പോഴത് നമ്മെ മൂഢസ്വർഗത്തിൽ കൊണ്ടുപോയി വിഷയസുഖങ്ങളുടെ നിഴലുകളൂട്ടി ആഹ്ലാദ ചിത്തരാക്കും. മറ്റു ചിലപ്പോൾ ഊണിലും ഉറക്കത്തിലും വിട്ടൊഴിയാത്ത ഭയഭീതികളെ ഉള്ളിലുണർത്തി ജീവിതത്തെ തീനരകമാക്കും. ഈ 2 ലോകങ്ങളുടെയും അനുഭവത്തിന് ഇട നൽകുന്നതായ അറിവ് ഉപാധി സമ്പർക്കം കൊണ്ട് വിഷലിപ്തമായിരിക്കുന്നു. ആ ഉപാധി ഒഴിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന അത്ഭുതകരമായ സ്ഥിതി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നിരുപാധികമായ അറിവ് അറിവിലുമേറിയ അറിവാണ്. പരവെളി തന്നിലുയർന്ന ഭാനുമാനാണ്. സുഖസാഗരമാണ്. അളവറ്റ അറിവാണ്. എല്ലാറ്റിനെയും വിളക്കുന്ന കെടാവിളക്കാണ്. നിർവികാര സ്വരൂപമാണ്. പ്രണവപ്പൊരുളാണ്. സകല വിഭ്രാന്തികളെയും നൊടിയിടയിൽ ഭസ്മീകരിക്കുന്ന വെളിവാണ്. മൗനഘനമായി ഒന്നിലും മമതയില്ലാതിരിക്കുന്ന സാക്ഷിയാണ്. എല്ലാറ്റിനെയും കോർത്തിണക്കുന്ന ഐക്യബോധമാണ്. പരമ്പൊരുളാണ്. ഗുണാതീതമായിരിക്കുന്ന കേവല സ്വരൂപമാണ്. ആ അറിവിൽ ത്രിഭുവനങ്ങളോ ത്രിപിടിയോ ഇല്ല. പരമാനന്ദത്തിൻ്റെ പാലൂട്ടി ജീവനെ നിരുപാധികമായ അറിവിലേക്ക് ഉയർത്തുന്ന ചിത്സുഖപ്പൊരുളാണ് ഈ അറിവ്. അത് ജ്ഞാനവചസ്സിനെ തുറക്കുന്ന നാദബ്രഹ്മമാണ്. വൃത്തിവിഹീനമായ ആദിമഹസ്സാണ്. നാമരൂപങ്ങളുടെയും ദേശകാലങ്ങളുടെയും കർത്തൃത്വ ഭോക്തൃത്വത്തിൻ്റെയും കാര്യകാരണങ്ങളുടെയും സാമാന്യ വിശേഷങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും ഗുണത്രയ വിഭാഗങ്ങളുടെയും അവസ്ഥാത്രയങ്ങളുടെയും ഷഡ്വികാരങ്ങളുടെയും ക്ഷീണലോകപ്രപഞ്ചം അനാദികാലം മുതൽ അരനൊടിയെ അളവറ്റതാക്കി ഇന്ദ്രജാലം പോലെ ഈ ലോകത്തെ മായാവിഷയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും വിവേകമുദിക്കുവാൻ കാൽക്ഷണം തന്നെ വേണ്ട. ഭഗ്നാശനായി അരയാൽ തറയിലിരുന്ന് ദേഹം വിടുവാൻ തീരുമാനിച്ച സിദ്ധാർത്ഥ ഗൗതമനെ ഈ വിവേകം ഭഗവാൻ ബുദ്ധനാക്കി അനുഗ്രഹിച്ചു. ജോർദാൻ നദിയിൽ സ്നാനമേൽക്കുവാൻ ചെന്ന നസ്രേത്തിലെ യേശുവിനെ അത് ലോകരക്ഷിതാവായ ക്രിസ്തുവായി പ്രഖ്യാപനം ചെയ്തു. നിരക്ഷരനായി മക്കത്തെ ഗുഹാതലത്തിൽ മൗനമൂകനായിരുന്ന മുഹമ്മദ് മുസ്തഫായെ ഇതേ വിവേകം തന്നെ മുത്തുനബിയാക്കി
പരിശുദ്ധ ഖുറാൻ വെളിപ്പെടുത്തി കൊടുത്തു. യുദ്ധഭൂമിയിൽ സമനില നഷ്ടപ്പെട്ട് കണ്ണീർ വാർത്തുകൊണ്ടു നിന്ന അർജുനന് അത് വിശ്വരൂപ ദർശനമായി കാണപ്പെട്ടു. ശ്രീരാമകൃഷ്ണന് മാതൃവാത്സല്യമായി തോന്നി. നാരായണ ഗുരുവിന് അത് 10,000 സൂര്യന്മാർ ഒന്നിച്ച് ഉയർന്നു വരുന്ന വിവേകവൃത്തിയായിട്ടാണ് അനുഭവപ്പെട്ടത്. ആ അവാച്യമായ നിർവൃതിയിൽ നമുക്കും പങ്കാളികളാവാം.